ഹൈക്കോടതി പറയുന്നു. CN പ്രകാശ് നമുക്കൊപ്പം ചേരുന്നു. അഡ്വക്കേറ്റ് CN പ്രകാശ്, വളരെ സുപ്രധാനമായ നിരീക്ഷണമാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ നടത്തിയിരിക്കുന്നത്. എന്തായാലും ഈ സ്വർണ്ണപീഠം കാണാതായ സംഭവത്തിലെ കോടതി ഇടപെടൽ സ്വർണത്തിൻ്റെ സമഗ്രമായൊരു കണക്കെടുപ്പ് എന്ന ആവശ്യത്തിലേക്ക് വരികയാണ്. ഒപ്പം തന്നെ ഈ ദേവസ്വം ബോർഡ് കൈവശമുള്ള സ്വർണത്തിൽ കൃത്യതയില്ല കണക്കിൽ എന്നുകൂടി കോടതി പറയുന്നുണ്ടല്ലോ. എന്താണ് കോടതിയുടെ നിരീക്ഷണങ്ങൾ, നീക്കങ്ങൾ? സജിത്ത്, ശബരിമലയിലെ ദ്വാരപാലക പീഠം സ്പോൺസറുടെ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ സംഭവത്തിലാണ് ഇപ്പോൾ വിശദമായ അന്വേഷണം വേണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത്. ദേവസ്വം ബോർഡിന്റെ കേസുകളിൽ കൃത്യതയില്ല എന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. വിരമിച്ച ജില്ലാ ജഡ്ജി അന്വേഷണത്തിനായി നിയോഗിച്ചു. രേഖകൾ സ്വർണ്ണാഭരണങ്ങളുടെ കണക്കെടുക്കണം, തിരുവാഭരണം രജിസ്റ്ററും പരിശോധിക്കണം, എത്ര അളവിൽ സ്വർണമുണ്ടെന്നും കണക്കാക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. 1999 മുതലുള്ള വിവരങ്ങളിൽ അവ്യക്തതയുണ്ടെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. ദേവസ്വം വിജിലൻസ് അന്വേഷണം തുടരണമെന്നും ഹൈക്കോടതി പറയുന്നുണ്ട്. രേഖകളുടെ സ്വത്തിന്റെയും രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കണമെന്നും ഹൈക്കോടതിയുടെ നിരീക്ഷണമുണ്ട്. ദേവസ്വം ചീഫ് വിജിലൻസ് ഓഫീസർക്ക് ആണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അറ്റകുറ്റപ്പണി പൂർത്തിയാക്കിയ ഹൈക്കോടതി അനുമതിയും നൽകി. ഇതിൽ കോടതിയുടെ ഈ നീക്കം സുപ്രധാനമല്ലേ പ്രകാശ്? കാരണം കോടതി സ്വമേധയാ എടുത്ത കേസാണ്. മാത്രമല്ല, ഈ ദേവസ്വം ബോർഡിൻ്റെ കൈവശം കാലങ്ങളായി ശേഖരിക്കപ്പെട്ട നിരവധി അളവ് സ്വർണമുണ്ട്. ഈ അളവിൽ കൃത്യതയില്ല എന്നതാണല്ലോ. അപ്പോൾ ഇതിൽ ഒരു സമഗ്ര പരിശോധന കോടതി ആവശ്യപ്പെടുമെങ്കിൽ ഈ വിരമിച്ച ജില്ലാ ജഡ്ജിയുടെ പരിശോധനയിൽ ഈ വിഷയങ്ങളൊക്കെ ഉൾപ്പെടുമോ? ആരായിരിക്കും ജില്ലാ ജഡ്ജി? അതിൻ്റെ ഒരു പരിശോധനാ ക്രമം എങ്ങനെയായിരിക്കും? റിപ്പോർട്ട് എപ്പോൾ നൽകും? ഇക്കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരാനുണ്ടോ ഇനി? കോടതി ദേവസ്വം ഡിവിഷൻ ബെഞ്ച് വാക്കാലുള്ള വിധിയുടെ മാത്രമാണ് ലഭ്യമായിട്ടുള്ളൂ. ഉത്തരവ് അല്പസമയത്തിനകം മാത്രമാണ് പുറപ്പെടുകയുള്ളൂ. അതുകൊണ്ട് വിരമിച്ച ജില്ലാ ജഡ്ജി അന്വേഷിക്കണം എന്നതാണ്. ഒപ്പം തന്നെ ഹൈക്കോടതി സൂചിപ്പിച്ചിട്ടുള്ളത്. ശരി പ്രകാശ്, വിശദാംശങ്ങൾ എടുക്കൂ, ഞങ്ങൾ തിരികെ വരാം. ആജ്ഞ രവീന്ദ്രൻ കൊച്ചിയിൽ നിന്നുണ്ട്. ആജ്ഞ, സുപ്രധാനമാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. ദേവസ്വം ബോർഡിന് ആശ്വാസകരമുണ്ട്, പക്ഷേ ദേവസ്വത്തിന്റെ കൈവശമുള്ള സ്വത്തിൽ ആ രജിസ്റ്ററിൽ അവ്യക്തതയുണ്ട് എന്ന് കൂടി കോടതി പറയുന്നുണ്ട്. ഈ ജില്ലാ ജഡ്ജിയുടെ രൂപീകരണം, ജില്ലാ ജഡ്ജിയുടെ അന്വേഷണം, അത് ഏത് രീതിയിലായിരിക്കും നടക്കുക? ആരായിരിക്കും അത്? അതിൻ്റെ ക്രമം, സമയക്രമങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? ഒപ്പം ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണവും തുടരും. ഇതാണോ കോടതി നിരീക്ഷണം? തീർച്ചയായിട്ടും സജിത്ത്, 1999 മുതൽ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ള രേഖകളിൽ അവ്യക്തതയുണ്ട് എന്ന് തന്നെയാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. കാരണം തിരുവാഭരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കണം, അതിന്റെ സ്വർണത്തിന്റെ അളവ് പരിശോധിക്കണം, അതിന് ഇപ്പോഴത്തെ മൂല്യം എത്രയാണെന്ന് പരിശോധിക്കണം. മാത്രമല്ല, ഇത്തരം കാര്യങ്ങളുള്ള രഹസ്യ സ്വഭാവം സൂക്ഷിക്കുകയും വേണമെന്ന് തന്നെയാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. പ്രത്യേകിച്ചും ദ്വാരപാലകയുടെ മേലുണ്ടായിരുന്ന, ശില്പത്തിന്റെ മേലുണ്ടായിരുന്ന സ്വർണ്ണപ്പാളി ഇളക്കിയതുമായി ബന്ധപ്പെട്ടാണ് ഹൈക്കോടതി സ്വമേധയായി ഈ കേസിൽ ഇടപെടൽ നടത്തുന്നത്. ദേവസ്വം കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയുടെ അനുമതി തേടാതെയാണ് സ്വർണ്ണപ്പാളി പുറത്തേക്ക് കൊണ്ടുപോയത് എന്നുള്ള പരാതിയെ തുടർന്ന്, എന്നുള്ള ആരോപണത്തെ തുടർന്നാണ് ഹൈക്കോടതി ഇതിൽ ഇടപെടുന്ന സാഹചര്യം ഉണ്ടായത്. പ്രത്യേകിച്ചും ശബരിമല അയ്യപ്പൻ മൈനറാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ മാത്രമേ അവിടെയുള്ള എന്ത് തരത്തിലുള്ള സാഹചര്യങ്ങളും എന്ത് തരത്തിലുള്ള അറ്റകുറ്റപ്പണികളും പ്രത്യേകിച്ചും അതിന്റെ ദേവസ്വത്തിന്റെ സ്വത്തുമായി ബന്ധപ്പെട്ട എന്ത് തരത്തിലുള്ള മാറ്റങ്ങളുമൊക്കെ നടക്കേണ്ടുന്നത് ഹൈക്കോടതിയുടെ അനുമതിയോടെ നിരീക്ഷണത്തിലും മേൽനോട്ടത്തിലുമായിരിക്കണം എന്ന് തന്നെയാണ് നിയമം. അങ്ങനെയാണ് അത് വയലേറ്റ് ചെയ്തിട്ടാണ് ദേവസ്വം ബോർഡ് സ്വർണ്ണപ്പാളി പുറത്തേക്ക് അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയത്. അതേസമയം ആ സമയത്ത് ദേവസ്വം ബോർഡ് നൽകിയിരിക്കുന്ന വിശദീകരണം എങ്ങനെയായിരുന്നു? സ്വർണ്ണപ്പാളി അതിന്റെ സ്പോൺസറുടെ മേൽനോട്ടത്തിൽ തന്നെയായിരുന്നു കൊണ്ടുപോയത്. അപ്പോൾ തന്നെ, അതായത് നേരത്തെ 2017 ഈ സ്വർണ്ണപ്പാളി പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 42 കിലോ ആയിരുന്നു അതിന്റെ വെയിറ്റ്. അത് തിരിച്ചെത്തിയപ്പോൾ 38 കിലോ ആണെന്ന് ഹൈക്കോടതി കണ്ടെത്തിയിട്ടുണ്ട്. 4 കിലോ ഭാരം കുറഞ്ഞത് എങ്ങനെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് സ്പോൺസറുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് കൊണ്ടുപോയതെന്ന് തന്നെയായിരുന്നു കോടതി ദേവസ്വം ബോർഡ് കോടതി അറിയിച്ചിരുന്നത്. അങ്ങനെയായിരുന്നു. ഇപ്പോഴും ഈ സ്വർണ്ണപീഠവുമായി ബന്ധപ്പെട്ടും അത് സ്പോൺസറുടെ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ സാഹചര്യം വിശദമായി അന്വേഷിക്കണമെന്ന് തന്നെയാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. നേരത്തെ നമ്മുടെ തന്നെ ലൈവിൽ ഈ സ്പോൺസർ പറഞ്ഞത് ഇങ്ങനെയാണ്: അത് വഴിപാടായി നൽകിയതാണ്, അതുകൊണ്ട് അത് എവിടെ പോയി എന്നുള്ളതിന്റെ വിശദാംശങ്ങൾ തേടിയിട്ടില്ല എന്നാണ്. വഴിപാടായി നൽകിയതിന്റെ കൂടുതൽ അത് എവിടെയാണ് എന്ന് അന്വേഷിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് ഉണ്ണികൃഷ്ണപുരി നമ്മളോട് പറഞ്ഞത്. അങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ ബന്ധുവിന്റെ കൈവശം അത് കണ്ടെത്തിയ സാഹചര്യത്തിൽ
ഈ സ്പോൺസറുടെ തന്നെ വിശദീകരണം ന്യായമാണോ, അത് വിശ്വസനീയമാണോ എന്നുള്ള സാഹചര്യം കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. വിരമിച്ച ജില്ലാ ജഡ്ജിയുടെ നേതൃത്വത്തിൽ അന്വേഷണം തുടരും. അതുമാത്രമല്ല, ദേവസ്വം വിജിലൻസ് ആണ് ഇത് കണ്ടെത്തിയത്. ബന്ധുവിന്റെ വീട്ടിലാണ് പീഠമുള്ളതെന്ന് കണ്ടെത്തിയത് ദേവസ്വം വിജിലൻസ് ആണ്. ആ സാഹചര്യത്തിൽ ദേവസ്വം വിജിലൻസും അന്വേഷണം തുടരണമെന്ന് തന്നെയാണ് ഹൈക്കോടതി നിർദ്ദേശം. മാത്രമല്ല, ഇതുവരെയുള്ള, അതായത് ദേവസ്വത്തിന്റെ കയ്യിലുള്ള എല്ലാ രേഖകളും ഹൈക്കോടതിയിൽ ഹാജരാക്കണം, സ്വത്ത് വിവരങ്ങളുടെ രേഖകൾ ഹാജരാക്കണം, സ്വർണത്തിന്റെ മൂല്യം കണക്കാക്കി അതെത്രയാണെന്ന് ഹാജരാക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ദേവസ്വം ബോർഡിന് ആശ്വാസകരമായ നടപടിയാണെങ്കിൽ പോലും ദേവസ്വം ബോർഡ് മുന്നോട്ട് വെച്ചിരിക്കുന്ന രേഖകളിൽ വ്യക്തതയില്ല എന്നുള്ള കാര്യവും കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. 1999 മുതലുള്ള സ്വർണത്തിന്റെ കണക്കെടുത്ത് വിശദമായ പരിശോധനയ്ക്കാണ് കോടതിയുടെ നിർദ്ദേശം. ശബരിമലയെ സംബന്ധിച്ച്, ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് സുപ്രധാനമാണ് ഈ ഹൈക്കോടതിയുടെ നീക്കം. കമ്മീഷന്റെ ഇടപെടലടക്കം വരും ദിവസങ്ങളിലും ഉണ്ടാവും. ഇടവേളയാണ്, മടങ്ങി വരാം.